കോഴിക്കോട് ബാലുശ്ശേരിയിൽ ക്വാറി നടത്തിപ്പുകാരോട് 2 കോടി രൂപ ആവശ്യപ്പെട്ട സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി. ബാലുശ്ശേരി മങ്കയം ബ്രാഞ്ച് സെക്രട്ടറി VM രാജീവനാണ് പരാതിയില്ലാതെ ക്വാറി നടത്താനായി ഉടമകളിൽ നിന്ന് 2 കോടി രൂപ ആവശ്യപ്പെട്ടത്. ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം പുറത്ത്. ആവശ്യപ്പെട്ട് 2 കോടിയാണല്ലോ. അപ്പൊ അത് നമുക്ക് നിർക്കളായിട്ട് തന്നാൽ മതി. ഞങ്ങൾ അതാണ് 2 കോടി എന്നുള്ളത് വലിയൊരു തുക ആയതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, നിങ്ങളെ 10-15 വാട്ടർമാരില്ലേ? അല്ല അങ്ങനല്ല, അതന്നെ ഇപ്പൊ രാജേട്ടൻ മീൻസ് നമുക്ക് അവിടുത്തെ ലോഡ് പോയാലും ഇപ്പൊ നമ്മളെ പാർട്ടിയും കാര്യമൊക്കെ തീരുമാനിച്ച സംഖ്യ നമുക്ക് അവിടെ നടത്താൻ പറ്റിയ സമയം അത്രേ ഉള്ളൂ. കൂടിയായിട്ടേ നമുക്ക് അവിടുന്ന് വരണമെങ്കിലും സത്യം പറഞ്ഞാല് ആ കോറിന്റെ ഒരു ആയുസ് ഫുള്ള് നടത്തിയാലേ അത്ര വലിയ തുക അവിടെ എന്നാലും വേണ്ടില്ല. മീൻസ് ഞാൻ പറഞ്ഞതേ അങ്ങനെ ഞാൻ പറയാല്ല, നിങ്ങളെ ഇതാക്കല്ല, നമുക്കത് മാനേജ് ആക്കാൻ ഞങ്ങൾ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ചെയ്യാം. നമ്മളെ പരാതിയും കാര്യമൊന്നും ഇല്ല. ആ കോരി അങ്ങനെ നടക്കുന്നാണെങ്കിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ പരാതിയോ പിന്നെ വിജിലൻസ് ആയിട്ടൊക്കെ പോയാൽ നമുക്ക് പിന്നെ എന്താ അറിയോ, കോരി നടക്കൂല, ഈ തുക മുടക്കും വേണമെന്ന് പറയുമ്പോ പാർട്ണർമാർക്ക് പേടിയാവേ. അതാ ഞാൻ പറഞ്ഞു. ഞങ്ങളോട് ഇപ്പൊ നാട്ടിൽ നിന്ന് ചോദിച്ചു ഈ പരാതിനെ പറ്റി ചർച്ച ചെയ്തല്ലോ പൊതുവെ. അതെ അതെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ അത് കൊടുത്തിരുന്നു, പക്ഷെ അത് വേറെ രീതിയിലേക്ക് മാറിപ്പോയി. നിങ്ങൾ 10 ആൾ കൊണ്ട് ഒപ്പിടിക്കല്ലോ സൈഡിൽ കൂടെ അല്ലേ? അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് കളക്ടർ കിട്ടപ്പോ പോയപ്പോ ഞങ്ങൾക്ക് പിന്നെ അവിടെ ആ പ്രദേശത്തുള്ളവർക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒപ്പിട്ടുകൊടുത്ത പേപ്പറാണ് കളക്ടർ എടുത്ത് കാണിച്ചിരുന്നത്. ബ്രാഞ്ച് കമ്മിറ്റി മാത്രം എന്താ അത്ര താല്പര്യം ചോദിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഞാൻ നിർത്തിയാന്ന് പറഞ്ഞാ വെച്ചിട്ടാണ്. അത് നാട്ടിലൊരു ചർച്ച വന്നോട്ടെ ഞാൻ വെച്ചിട്ടാ, നിങ്ങൾക്ക് അനുകൂലമായിക്കോട്ടെ ഞാൻ വെച്ചിട്ടാണ്. കൊണ്ട് നടക്കില്ല കുറെ നിൽക്കൂല എന്നുള്ള രീതിയിലേക്ക് ആക്കി എടുത്താ. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പരമാവധി നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നത് നിങ്ങൾക്ക് അവിടെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് തുടർന്ന് പോവാം. നിങ്ങൾക്ക് നിങ്ങളെ ബാബുവിന്റെ സ്ഥലമൊക്കെ എടുത്തുകയല്ലോ, 1.5 ഏക്കർ പാറല്ലേ അപ്പുറത്ത്. നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ വിഷയമില്ല, ആരുമില്ല. ഞാൻ ഏതായാലും എന്നാലേ ഞാൻ ഈ രീതിയിലാണ് ചേട്ടാ, ഞാൻ ഇവിടെ ഒന്ന് സംസാരിച്ചിട്ടേ ഞാൻ നിങ്ങളെ ഒന്ന് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുക. നമ്മളെ ഇപ്പൊ വരുന്നുണ്ട് 2 ദിവസം കൂടെ പോലും ഒന്ന് ഫുള്ള് സംസാരിച്ചിട്ട് എന്തായാലും പെട്ടെന്ന് തീരുമാനം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാനാവും. അതാണ്. ആയിക്കോട്ടെ. അതാണ് ഞാൻ ഇന്നാളിപ്പോ നീണ്ടുപോയിട്ട് അല്ലെങ്കിൽ വിജിലൻസിനൊക്കെ തിരിച്ച് പരാതിയൊക്കെ കൊടുക്കാൻ നമുക്ക് അറിയാനൊക്കെ വിളിപ്പിക്കുകയൊക്കെ ചെയ്യാനും. കൂടുതൽ വിവരങ്ങൾ മുഹമ്മദ് ഷംസീർ നൽകും. ഷംസീർ, ക്വാറി നടത്തിപ്പിനായി അനധികൃതമായി പണം ആവശ്യപ്പെടുന്ന സിപിഎം നേതാവിന്റെ സംഭാഷണമാണ്, ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെന്താണ് സംഭവം? എന്താണ് ഈ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത്? ബാലുശ്ശേരി മങ്കയം ബ്രാഞ്ച് സെക്രട്ടറി VM രാജീവന്റെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോറി കമ്പനി പ്രതിനിധിയുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ്. ഇതിൽ പറയുന്ന കാര്യം 2 കോടി രൂപ നൽകുകയാണെങ്കിൽ തന്റെയും മറ്റൊരാളുടെയും വീടും സ്ഥലവും ഈ കോറി ഉടമകൾക്ക്, കോറി കമ്പനിക്ക് കൈമാറാം. ഒപ്പം തന്നെ വിജിലൻസിൽ നൽകിയിരിക്കുന്ന കോറിക്കെതിരായ പരാതിയും പിൻവലിക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഫോൺ സംഭാഷണത്തിൽ കൃത്യമായി ഈ കോറി കമ്പനി